എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായി റിപ്പബ്ലിക്കായി 1950 ജനുവരി 26 ഔദ്യോഗികമായിട്ട് ഇന്ത്യ റിപ്പബ്ലിക്കാകുന്നത്. അതിൻ്റെ 77ാം വാർഷിക ദിനമാണ് ഇന്ന്. ഇന്ന് ഇന്ത്യക്കാരായ നമ്മളെല്ലാവരും ഇന്ത്യക്കാർ എന്ന നിലയിലും ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിലും ഒറ്റക്കെട്ടായി നിലനിൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടന തന്നെയാണ് നമ്മളെ എല്ലാവരെയും ഏകോപിപ്പിച്ച് നിർത്തുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ വിവിധ ഭാഷകളും വിവിധ നാനാജാതി മതസ്ഥരും പല രീതിയിലുള്ള ജനവിഭാഗങ്ങളും ഉൾക്കൊള്ളുമ്പോൾ പോലും നമ്മളെല്ലാം ഇന്ത്യക്കാരായിട്ടുള്ള ഏകോദര സഹോദരങ്ങൾ എന്ന ലേബലിൽ അറിയപ്പെടുന്നതും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന നീതിന്യായ വ്യവസ്ഥയുടെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മളെല്ലാം ഇന്ത്യക്കാരാകുന്നത്. ഇതിനകത്ത് ഇന്നിപ്പം ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ ഇപ്പോഴും പല സന്ദർഭങ്ങളിൽ മൂല്യച്യുതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പം എടുത്തു പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതായ ചില കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ നീതിന്യായ വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പല വിധ നിയമങ്ങളും, അതായത് സ്ത്രീ സംരക്ഷണ നിയമം, സ്ത്രീ സുരക്ഷ, സ്ത്രീ സൗഹൃദം, ഇതിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പല നിയമങ്ങളും പലരും മിസ്യൂസ് ചെയ്യപ്പെടുന്നു, വളരെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. അതിൻ്റെ പേരിൽ പല വ്യക്തികളും ക്രൂശിക്കപ്പെടുന്നു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ സ്ത്രീ സമൂഹത്തിന് ഒന്നാകെയും ഈ ഇത്തരം നിയമങ്ങൾ വളരെ അത്യാവശ്യമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഭരണവർഗങ്ങൾ അങ്ങനെ ഒരു നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതും അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും വളരെ ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അനേകം സ്ത്രീകൾക്ക്, സഹോദരിമാർക്ക്, നമ്മുടെ അമ്മമാർക്ക്, പെൺമക്കൾക്ക് എല്ലാവർക്കും തന്നെ അത് വളരെയധികം ഗുണപ്രദമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ ഒരുവിധം നല്ല രീതിയിൽ തന്നെ സ്ത്രീകൾക്ക് അനുകൂലമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിപ്പുണ്ട്. പക്ഷേ നമ്മൾ അതിനകത്ത് ചില പുഴുക്കുത്തുകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് കൂടിയുണ്ട് എന്നതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അത്തരം കാര്യങ്ങൾ പരാമർശിച്ചു പോകുന്നത്. അതായത്, ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ, നമ്മുടെ മലയാളികളുടെ ഇടയിലെ മാത്രമായിട്ട് ഒരു ഉദാഹരണം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും ഇവിടെ 99% സ്ത്രീകൾ, ഞാൻ അത്രയും ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും കൂടെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് 99% സ്ത്രീകളും വളരെ നല്ലവരായിട്ട് ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ വെറും 1% സ്ത്രീകളെങ്കിലും വളരെ മോശക്കാരായിട്ട് പ്രവർത്തിക്കുന്നില്ലേ എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണല്ലോ. ആ ഒരു കാര്യത്തിന് അത് ആർക്കും തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും കുറഞ്ഞ വെറും 1% സ്ത്രീകളെങ്കിലും വളരെ മോശമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ 1% എന്ന് പറയുന്നത് പോലും കൂടെ നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 1.5 കോടിയോളം വരുന്നു എന്നുള്ളത്. മൊത്ത സ്ത്രീ ജനസംഖ്യ 1.5 കോടി വരുമ്പോൾ 1% എന്ന് പറയുന്നത് ഏകദേശം 1.5 ലക്ഷത്തോളം വരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഞാനിത് പറയാൻ കാരണം, അടുത്തിടെ നടന്നിട്ടുള്ള ചില സംഭവവികാസങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത്, നിസ്സാരമായൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും സ്ത്രീകൾക്ക് ആ പുരുഷന്മാരോട്, ഏതെങ്കിലും ഒരു പുരുഷനോട് വൈരാഗ്യം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരാതി കൊടുക്കുക. അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയാണെങ്കിൽ പോലും കൂടെ പരാതി കൊടുക്കുക. പരാതിയുടെ പേരിൽ ആ പുരുഷൻ അല്ലെങ്കിൽ ആ യുവാവ് ദീർഘകാലം പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കാണ്. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ നേരിട്ട് കണ്ടത്. എനിക്ക് 2 ആമക്കളാവുന്നു. നാളെ അവർക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്ത് പറ്റുമോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും അങ്ങനെ ആണിന്റെ വേദനയും പ്രശ്നം പറയുമ്പോൾ ആൾക്കാർ കളിയാക്കുകയും ഇവരെല്ലാം പീഡകന്മാർക്ക് വേണ്ടി എന്ന് പറയാറുണ്ട്. നാളെ നിങ്ങളുടെ കുട്ടികളോ മറ്റോ +2 പഠിക്കുകയാണ്. അങ്ങനെ +2 പഠിക്കുമ്പോൾ അവർക്ക് ഒരു അഫയറോ ഇഷ്ടമുണ്ടായി, മറ്റേ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഒരു പോക്സോ കൊണ്ട് കൊടുത്തു. അങ്ങനെ 20 വർഷം കെട്ടിക്കിടക്കുന്ന ആൾക്കാർ നമ്മുടെ ജയിലിലുണ്ട്. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ നേരിട്ട് കണ്ടത്. അതായത്, +1ലും +2ലും പഠിക്കുന്നു, 2 കുട്ടികൾക്കും പരസ്പരം ഇഷ്ടമാണ്, അവർക്ക് കുറച്ച് ഇന്റിമേറ്റ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കൊണ്ട് പോലീസ് കേസ് കൊടുത്തു. പയ്യൻ 20 വർഷം കോടതി അടിച്ചു കൊടുത്തു. 20 വർഷം, അതായത് ഒരുത്തരെ കൊന്നാ കിട്ടുന്നതിനെക്കാട്ട് കൂടുതൽ വർഷം. എന്തിനാണ്? +1ലും +2ലും പരസ്പരം അഫയറും ഇഷ്ടമുണ്ട് കുട്ടികളുണ്ടായിരുന്നു. വേറൊരുത്തൻ, നൗഫലിന്റെ കേസ് അറിയേണ്ടതാണ്. ഞാൻ നൗഫലിനോട് ചോദിച്ചു, മോനെ പെണ്ണ് എത്ര വയസ്സുണ്ടായിരുന്നു? അവന് 19 വയസ്സ്, പെണ്ണിന് 17 വയസ്സ്. ഞാൻ പറഞ്ഞില്ല, മോശമല്ലേ നീ ചെയ്തു? ചേട്ടാ, എന്റെ ഭാര്യയാണ് ചേട്ടാ, ഞങ്ങളുടെ വീട്ടുകാരെല്ലാം ഉറപ്പിച്ച് കല്യാണവും നിക്കാഹും എല്ലാം ആയതാണ്.
ഈ പെൺകുട്ടി സ്കൂളിൽ കൗൺസിലിംഗിന്റെ സമയത്ത് കൗൺസിലർ ചോദിച്ചതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ കുറച്ച് ഇന്റിമേറ്റ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആ കൗൺസിലർ റിപ്പോർട്ട് ചെയ്തു. പയ്യൻ 20 വർഷം പോക്സോ അടിച്ചു കൊടുത്തു. ഇപ്പോൾ 1,65,000 70,000 രൂപ ജാമ്യം കെട്ടിവെച്ചാൽ ഇവന് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മോനെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാറുണ്ട്, സ്ഥിരം ഭാര്യ കാണാൻ വരാറുണ്ട്, ഭാര്യയും ഭാര്യയുടെ അച്ഛനും അല്ലെങ്കിൽ അമ്മയച്ഛനും കാണാൻ വരാറുണ്ട്. പയ്യന്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല, പെണ്ണിന്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല, പിന്നെ ആർക്കാണ് പ്രശ്നം? നമുക്കറിയാവുന്ന ഉദാഹരണങ്ങൾ തന്നെ എടുത്തു കാണിക്കാം. ഈ അടുത്തിടെയാണ് മൂന്നാറിൽ ഒരു കോളേജിലെ ഒരു അധ്യാപകനായിരുന്ന ഒരു വ്യക്തിനെ അധ്യാപകൻ അവിടെ പരീക്ഷ നടന്നുകൊണ്ടിരുന്നപ്പോൾ പരീക്ഷ പേപ്പർ കോപ്പി അടിച്ചതിന് പിടിക്കപ്പെട്ടതിൻ്റെ പേരിൽ ആ പെൺകുട്ടികൾ ആ അധ്യാപകനെതിരെ പീഡന പരാതികൾ നൽകുകയും ആ അധ്യാപകനെ കോടതി ശിക്ഷിക്കുക വരെ ചെയ്ത സംഭവം നമുക്കറിയാം. അതിനുശേഷം ഈ പരാതി കൊടുത്തിരുന്ന പെൺകുട്ടിക്ക് പിന്നീട് കുറ്റബോധം തോന്നുകയും അത് കോടതിയിൽ തുറന്ന് സമ്മതിക്കുകയും കൂടെ ചെയ്ത സാഹചര്യത്തിലാണ് ആ അധ്യാപകൻ പിന്നീട് അവിടുന്ന് റിലീസായി കുറ്റവിമുക്തനായി അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാല ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന് തിരിയേണ്ടി വന്നത്. പക്ഷേ അത് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എത്രമാത്രം മൃഗീയമായ ഒരു വേദനയുടെ കാലഘട്ടമാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് 1% പോലും തെറ്റ് ചെയ്യാത്ത ആ അധ്യാപകൻ സ്വാഭാവികമായിട്ട് ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, അതോടൊപ്പം തന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട സമൂഹം, ഇവിടെയെല്ലാം ആ വ്യക്തി ഒരു ഭയങ്കരമായിട്ട് ഒരു നികൃഷ്ട ജീവിയെപ്പോലെ അല്ലെങ്കിൽ അതിക്രൂരമായൊരു കുറ്റം ചെയ്ത ഒരു കുറ്റക്കാരനായിട്ട് സമൂഹം വിലയിരുത്തപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട എല്ലാ ആൾക്കാരുമായിട്ട് അകന്നു പോകേണ്ടി വരുന്നു. അത്തരം സാഹചര്യങ്ങളിലാണ് പലരും ആത്മഹത്യ പോലും കൂടെ തിരഞ്ഞെടുക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. വേറെ ശ്രീകാന്ത് നമ്പൂതിരി എന്ന് പറഞ്ഞൊരു കിടപ്പുണ്ട്. അവൻ ഇതേപോലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. ആ പെൺകുട്ടിയുടെ പ്രായം കഴിച്ചാണ്, പ്രായമൊക്കെ നോർമലാണ്. വീട്ടുകാർക്ക് ഇവനെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പെൺ വീട്ടുകാർക്ക് ഇവനെ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യണം. കൊണ്ട് പോക്സ് കൊണ്ട് കൊടുത്തു. പെണ്ണിനെ കൊണ്ട് മൊഴി കൊടുപ്പിച്ചു ചെയ്തു. അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അമ്മ അവളെ വിളിച്ച് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തു, ഞാൻ ആത്മഹത്യ ചെയ്യും, നീ അവനെതിരെ പരാതി കൊടുത്തില്ലെങ്കിൽ. പെൺകുട്ടി അവിടെ ഇവിടെ രാത്രി മൊഴി കൊടുത്തു. അവന് 20 വർഷം കിട്ടി. നാളെ അങ്ങനെ 20 വർഷം നമുക്ക് പറയുമ്പോഴാണ് നമ്മുടെ കണ്ണിന് മുമ്പിൽ ഇരുട്ട് കയറുന്ന മനസ്സിലാവുന്നത്. ആർക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങൾ? 20 വർഷം ഒരുത്തനെ ജയിലിലിടാൻ എന്ത് ബേസിലാണ് നിയമങ്ങൾ? വളരെ ഈസിയല്ലേ. കുട്ടികൾ കേന്ദ്രന്റെ കേസ് ഇപ്പൊ എല്ലാവർക്കും ആണ്. ആദ്യമൊക്കെ ഞാൻ പറയുമ്പോൾ എല്ലാവരും നമ്മളെ കളിയാക്കുമായിരുന്നു. കുട്ടികൾ കേന്ദ്രത്തിന് 6.5 മാസം ഒളിവിൽ കഴിഞ്ഞു. 6.5 മാസം ഒളിവിൽ കഴിഞ്ഞു. 2-3 പ്രമുഖ സിനിമയോട് പുള്ളിയുടെ പോയി 13 ലക്ഷം രൂപ പുള്ളിയുടെയും ചെലവായി. കുട്ടികൾ കേന്ദ്രത്തിന് സെറീന എന്നൊരു ഭാര്യ പോരാടാൻ നമ്മളോട് മാത്രമാണ് അയാൾ ജീവിച്ചിരിക്കുന്നത്. കുട്ടികൾ കേന്ദ്രം കോഴിക്കോട് നമ്മുടെ പ്രശ്നിക്ക് വന്നു. ഇതൊക്കെ ആത്മഹത്യ നിന്നാണ്. എന്ത് ചെയ്യാനാണ്? എന്ത് ചെയ്യും? ഈ നിയമങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പെൺകുട്ടി മൊഴി വന്നു കൊടുത്തു, പെൺകുട്ടി പരാതിക്കാരിയാണെന്ന് പറഞ്ഞു, മതി, ആസാനമായി. എവിടെ ചെന്നാണ് ഈ രാജ്യത്ത് ആണുങ്ങൾക്ക് ജീവിക്കാനൊരു സ്പേസ് ഉണ്ടാവേണ്ടത്? ഈ കഴിഞ്ഞ ദിവസം പോലും കൂടെ കോഴിക്കോട് ഒരു ബസ് യാത്രക്കിടയിൽ റീൽസിന് വേണ്ടിയിട്ട് ഒരു ഷിംജിത മുസ്തഫ എന്ന ഒരു സ്ത്രീ അവർ റീൽസിന് വേണ്ടിയിട്ട് ഒരു കൂട്ടത്തിൽ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഒരു യാത്രക്കാരൻ തന്നെ ടച്ച് ചെയ്തതായിട്ട് ചിത്രീകരിച്ചുകൊണ്ട്, ഒറിജിനലായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. ചിത്രീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ പുറത്തേക്ക് അവർ അപ്ലോഡ് ചെയ്യുകയും ആ വീഡിയോയുടെ താഴെ വന്ന ചില കമൻറ്റുകൾ ആ സ്ത്രീയെ ഒന്നുകൂടി ചൊടിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവരതിന് കുറെ കൂടി ആധികാരികമായിട്ട് ഇത്തരം ആണുങ്ങൾ സമൂഹത്തിൻ്റെ ശാപമാണെന്നും അതുപോലെ ഇതൊക്കെ പ്രത്യേക രോഗത്തിൻ്റെ ഉടമകളാണെന്നൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ കൂടെ ഇട്ടതോടുകൂടി ആ വ്യക്തിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ മാർഗമില്ലാതെ വരികയും ആ വ്യക്തി സൂയിസൈഡ് ചെയ്യുകയും ചെയ്തിരുന്ന കാര്യം നമുക്ക് ഈ അടുത്തിടെ നടന്ന ഒരു കാര്യമാണ്. ദീപക് എന്ന വ്യക്തിയാണ്, ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമല്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാലേ, ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ, അൺകറക്റ്റഡ് ബിഹേവിയറാണ്. നല്ലൊരു കമ്പനിയിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം
ഒരു ഇൻസിഡൻ്റ് ഉണ്ടായതും ആ വ്യക്തി ഈ ഭൂമിയിൽ ഇന്നിപ്പോൾ ഇല്ലാതായതും. അപ്പോൾ അത്തരം സംഭവങ്ങൾ. പിന്നെ മറ്റൊരു കാര്യമാണ്, നമുക്ക് ആലപ്പുഴ ഇതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി, ഒരു സ്കൂളിൻ്റെ ഒരു സെക്യൂരിറ്റിക്കാരനായ അദ്ദേഹത്തിന് 70 വയസ്സുണ്ട്. അദ്ദേഹം അവിടെ നല്ലൊരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനി ആയിട്ട്, ആ വിദ്യാർത്ഥിനിയുടെ കാമുകൻ എന്ന് തന്നെ പറയാം. അതായത് ഒരു സ്കൂൾ സ്റ്റുഡൻസ് ആയിട്ടിരിക്കുമ്പോൾ ഒരു സൗഹൃദത്തിൻ്റെ പരമായിട്ടുള്ള ചില ഇഷ്യൂസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, ഒരാളെ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സെക്യൂരിറ്റിക്കാരനെ ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹം അതിനകത്ത് പ്രതിയാക്കപ്പെടുകയും ജയിലിലാക്കപ്പെടുകയും ചെയ്തു. അത് ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് നിസ്സാരമല്ല. കാരണം വലിയൊരു കാലഘട്ടം പോലെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കാരണം അവരുടെ കുടുംബക്കാർ, മക്കൾ, സ്വന്തക്കാർ, സമൂഹം, ഇവരെല്ലാം വെറുക്കപ്പെടുന്ന അതായത് ഒരു നികൃഷ്ട ജീവിയെ കാണുന്നത് പോലെ ഇപ്പോൾ പൊതുവെ സമൂഹം കാണുള്ളൂ ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ. അതും ഇതുപോലെ തന്നെ ആ കുട്ടിക്ക് പിന്നീട് കുറ്റബോധം തോന്നുകയും ആ കുട്ടി തന്നെ പിന്നീട് ആ കാര്യങ്ങളെ തുറന്നു സമ്മതിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി വിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇത്തരം പീഡന കേസുകൾ നമുക്കറിയാം. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ രാഹുൽ മാക്കുട്ട വിഷയമാണെങ്കിൽ പോലും എത്രയോ പീഡന പരാതികൾ ഇപ്പോൾ തുരുതുര വന്നുകൊണ്ടിരിക്കുന്നു. ഈ പീഡന പരാതികൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഇതൊന്നും കോടതിയിൽ നിലനിൽക്കുക പോലും ചെയ്യില്ല എന്നുള്ളത് ഉന്നത നിയമവിദഗ്ധർ പല ആവർത്തി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെയും ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുവാണെങ്കിൽ, ഇത്തരം കേസുകളിൽപ്പെട്ട ആത്മഹത്യ ചെയ്യുവാണെങ്കിൽ മാത്രം ആ വ്യക്തിയെ പിന്നെ സമൂഹം ഭയങ്കര ഒരു ആർദ്രതയോടെ കൂടി കാണുകയും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട്, അതായത് മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടിയിട്ട് സമൂഹം അതിശക്തമായിട്ട് ശബ്ദമുയർത്തുകയും ചെയ്യും. നമുക്കറിയാം, ഇപ്പോൾ ഈ കോഴിക്കോട് നടന്ന ഒരു സംഭവത്തിനകത്ത് ആ ദീപക് എന്ന വ്യക്തി ആത്മഹത്യ ചെയ്തതുകൊണ്ട് മാത്രം ആ വ്യക്തിയോട് എല്ലാവർക്കും ഒരു ആർദ്രതയുണ്ട്. അതുപോലെ തന്നെ ആ റീൽസ് എടുത്ത ഷിംജിത മുസ്തഫ എന്ന സ്ത്രീയെ അതിക്രൂരമായിട്ട് തന്നെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറ്റക്കാരി ആയതുകൊണ്ട് തന്നെ അവരുടെ മേൽ സമൂഹം അതിശക്തമായ ശരവർഷം ആക്ഷേപിച്ചുകൊണ്ടിരിപ്പുണ്ട്. അത് സംഭവം ആവശ്യം തന്നെയാണ്. പക്ഷേ അന്ന് ആ ദീപക് ആത്മഹത്യ ചെയ്തില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? അയാൾ ഇതിനോടകം ഇപ്പം ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ പോലെ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കപ്പെടുകയും, അതുപോലെ തന്നെ ഈ ഷിംജിത മുസ്തഫ എന്ന സ്ത്രീ വളരെ എന്താ പറയുക, ഒരു പരിശുദ്ധയുടെ വേഷമണിഞ്ഞ് അല്ലെങ്കിൽ അതിജീവിതയുടെ ഒരു കുപ്പായം എടുത്തിട്ട് അവർ സമൂഹത്തിൽ വളരെ മാന്യതയുള്ള ഒരു സ്ത്രീയായിട്ട് അറിയപ്പെടുകയും ചെയ്യുമായിരുന്നു. ഇത്തരം സംഭവങ്ങൾ നമ്മൾ കുറേ കൂടി ഒന്ന് ഇവിടുത്തെ ഉന്നത നീതിപീഠങ്ങൾ, അതുപോലെ ഇവിടുത്തെ ഭരണകൂട വർഗം ഇതിനകത്തൊക്കെ കുറച്ചുകൂടി ഒരു അവധാനതയോടുകൂടി ഇടപെടേണ്ടതില്ലേ എന്നുള്ളിടത്താണ് ഈ വീഡിയോയുടെ ഒരു പ്രസക്തി ഞാൻ ഇതിലൂടെ ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ റിപ്പബ്ലിക് ഡേ ആണ്. നമ്മൾക്കെല്ലാവർക്കും വളരെ അഭിമാനകരമായ ഒരു ദിവസമാണ്. ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത കൂടി ഊന്നിക്കൊണ്ട് ഇത്തരം വിഷയങ്ങളിനകത്ത് കുറേ കൂടി അവധാനതയോടുകൂടി ഇത്തരം കാര്യങ്ങളെ സമീപിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയെപ്പോലും, ഇപ്പോൾ നമുക്കറിയാം ഈ അടുത്തിടെ നടന്ന രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഒരു വിഷയം പോലും കൂടെ, അതായത് വിദേശത്തുനിന്ന് മുഖ്യമന്ത്രിക്കൊരു മെയിൽ പരാതിയാണ് മാത്രം വരുന്നത്. ആ മെയിൽ പരാതിയുടെ കൂട്ടത്തിലൊരു ഓഡിയോ ക്ലിപ്പിങ്ങൂടെ ഈ രണ്ട് സംഭവം വെച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവിനെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ഒതുക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു ഭരണകൂട ഭീകരതയുടെയോ അല്ലെങ്കിൽ ശത്രുപക്ഷത്തിൻ്റെ ഒരു ആയുധമാക്കി വെച്ചുകൊണ്ട് അത് ദുരുപയോഗം ചെയ്ത് ആ വ്യക്തിയെ വീട് വളഞ്ഞ് അല്ലെ താമസിക്കുന്ന ഇടത്തുനിന്നും ഉന്നത പോലീസ് സംഘം പോയി വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ജയിലിലാക്കുന്നു. പിന്നെ അതിൻ്റെ ട്രയൽ, അതുപോലെ തന്നെ ജാമ്യാപേക്ഷകൾ, അത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു, ജാമ്യാപേക്ഷ കേൾക്കുന്നു, വിധി പറയാൻ മാറ്റിവെക്കുന്നു, ജാമ്യാപേക്ഷ തള്ളുന്നു, മറ്റ് അപ്പീൽ കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കുന്നു, അവിടെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു, ജാമ്യാപേക്ഷ കേൾക്കുന്നു, വിധി പറയാൻ മാറ്റിവെക്കുന്നു. ഇങ്ങനെ ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഇത്തരം സാഹചര്യത്തിൽ ആരെ വേണമെങ്കിലും, അതാണ് ഞാൻ ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഈ സാഹചര്യത്തിൽ ഏതൊരു വ്യക്തിയെ വേണമെങ്കിലും, പ്രത്യേകിച്ച് ഒരു പുരുഷനായിട്ടുള്ള ഏതൊരു വ്യക്തിയെ നമുക്ക് നശിപ്പിക്കണം അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യണം, ഒതുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുവതിനെ കൊണ്ട് ഇത്തരത്തിലൊരു പരാതി കൊടുപ്പിച്ചാൽ മാത്രം മതി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നത്
വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വളരെ ഗുരുതരം എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു നിയമ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നു. നമുക്കറിയാം, ഇപ്പോഴും ജയിലുകളിലൊക്കെ അത്തരം ഒത്തിരി പ്രതികൾ കിടപ്പുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് യാതൊരു മനസ്സറിവും ഇല്ലാത്ത വ്യക്തികൾ പോലും ഇത്തരം വൈരാഗ്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ പേരിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള കുബുദ്ധികളുടെ ചില നിശ്ചയദാർഢ്യത്തിൻ്റെ പേരിലൊക്കെ ഇങ്ങനെയുള്ള പലരും ഇപ്പോഴും ജയിലുകളിൽ കഴിയുന്നുണ്ടെന്നുള്ളതാണ് അടുത്തിടെ പോലും കൂടെ പലരും പറഞ്ഞുള്ള ഒരു അറിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെ കുറേ കൂടി നമ്മുടെ ഇവിടുത്തെ നീതിബോധമുള്ള സമൂഹം ഒന്ന് ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പം ഈ രീതിക്കാണെങ്കിൽ ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന ആ ഒരു പരാതി മറ്റൊരു ആംഗിളിൽ നിന്നുകൊണ്ട് നമുക്കൊന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാലോ, അതായത് ഇപ്പോൾ നിയമം എല്ലാവർക്കും ഒരുപോലെയാണല്ലോ. രാഹുൽ മാക്കൂട്ട MLA ആണ്, ഉന്നത രാഷ്ട്രീയ നേതാവാണ്, ഒക്കെ തന്നെ. അതേ രീതിയിൽ തന്നെ ഇപ്പം മുഖ്യമന്ത്രിയായ പിണറായി വിജയനെതിരെ വിദേശത്ത് നിന്നുകൊണ്ട് ഒരു 4-5 മെയിൽ പരാതികൾ, അപ്പം നമുക്കറിയാം പല മെയിൽ ID യിൽ നിന്നുകൊണ്ട് പലർക്കും പരാതികൾ ഇങ്ങനെ അയക്കാം. ഇദ്ദേഹം എന്നെ പണ്ട് പീഡിപ്പിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ 5 വർഷം പീഡിപ്പിച്ചെന്നോ 10 വർഷം പീഡിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു പരാതികളിങ്ങനെ പരാതി പ്രവാഹം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സ്വാഭാവികമായിട്ട് ഇതേ നടപടി തന്നെ എടുക്കണ്ടേ? ഇനി അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരുമകൻ ഇപ്പം മുഹമ്മദ് റിയാസ്, ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ മകളുടെ ഇപ്പോഴത്തെ ഭർത്താവ് മുഹമ്മദ് റിയാസ് സ്വാഭാവികമായിട്ടും കുറേ കൂടെ പ്രായം കുറഞ്ഞൊരു വ്യക്തിയാണ്. മുഹമ്മദ് റിയാസ് തങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4-5 പല മെയിലുകളിൽ നിന്നും പരാതികൾ വന്നു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താണ്? സ്വാഭാവികമായിട്ട് ഇതേ നടപടി തന്നെ സ്വീകരിക്കണ്ടേ? അറസ്റ്റ് ചെയ്യണ്ടേ? റിമാൻഡ് ചെയ്യണ്ടേ? പിന്നെ ജാമ്യാപേക്ഷ കൊടുത്ത അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരണ്ടേ? പരാതികൾ ജെനുവലാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കാനായിട്ട് ഇവിടെ കൃത്യമായിട്ട് നിയമ സംവിധാനങ്ങളുണ്ട്. പക്ഷേ അതൊന്നും പാലിക്കാതെയാണല്ലോ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയത്തിനകത്ത് എടുത്തിരിക്കുന്നത്. അതേ നിലപാട് തന്നെ ഈ കാര്യത്തിനകത്ത് എടുക്കേണ്ടതുണ്ടല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മേൽപരാതി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പരാതിക്കാരി ഇവിടെ കേരളത്തിൽ വന്ന് SHOയുടെ മുമ്പിൽ ആ പരാതി സൈൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അതിന് വ്യക്തമായ മൊഴി കൊടുക്കണം. ആ മൊഴി കൊടുക്കുന്ന ഒരു വനിതാ ഓഫീസറുടെ മുമ്പിൽ വെച്ചായിരിക്കണം. അതുപോലെ തന്നെ ആ മൊഴി വീഡിയോയിൽ ചിത്രീകരിക്കണം. അതുപോലെ തന്നെ ആ പരാതിക്കാരിയുടെ ശരിക്കും ഉള്ള പരിശോധന, മെഡിക്കൽ പരിശോധന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാതെ തന്നെ ആ നിയമം വയലേറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ ഇമ്മീഡിയറ്റായിട്ട് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന ഒരു സംവിധാനം ഉള്ളപ്പോൾ ഈ ഒരു നിയമം തന്നെ മറ്റുള്ള എല്ലാ വ്യക്തികൾക്കും ബാധകമാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ആപ്ലിക്കബിളും ആണല്ലോ. കൂട്ടത്തിൽ ഈ വ്യക്തികളൊക്കെ ഇതിനു മുമ്പ് പ്രതികളായിരുന്നു അല്ലെങ്കിൽ ക്രിമിനൽ കേസിൽ പ്രതികളായിരുന്നു എന്ന് സ്ഥാപിക്കാൻ അവരുടെയൊക്കെ മുൻകാല ചരിത്രങ്ങളിൽ ചില ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അത് ആ കൂട്ടത്തിൽ ആഡ് ചെയ്ത് പറയുകയും ചെയ്യാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആർക്കെതിരെയും ഉപയോഗിക്കാവുന്നൊരു കാര്യമാണ്. അത് ഈ സാമൂഹ്യ നീതി ബോധത്തിൽ വളരെ അപകടം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെ അവധാനതയോടുകൂടി ഉള്ളൊരു നിയമ സംവിധാനം ഇവിടെ ഒന്ന് ഉരുത്തിരിഞ്ഞു വരേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ വീഡിയോ ശ്രവിക്കുന്ന എല്ലാവർക്കും ആ ഒരു ചിന്താഗതിയിലേക്ക് കടന്നു വരണം എന്നാഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.